ആലുവയിലെ വലിയ തിരുമേനിയുടെയും ഒക്കെ ഓർമ്മ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഷ്ഠിക്കുകയുണ്ടായി. ആരാധനയും അതിലൂടെ സ്വാംശീകരിക്കുന്ന ആധ്യാത്മികതയും ജീവിതത്തിൽ ആരാധനയായി തുടരുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത. ആ ആത്മീയത ഒരു പരിധിവരെയെങ്കിലും കൈമുതലാക്കിക്കൊണ്ട് സഞ്ചരിക്കുവാൻ ഒരു തീർത്ഥാടകരെ പോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ആയിരിക്കേണ്ടുന്ന അവസ്ഥയിലേക്കുള്ള തീർത്ഥാടനത്തിന് ഊർജം നൽകുന്ന ഒരു യാത്രയാണ് ആത്മീയമായ യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒത്തിരി വലിയ കാര്യങ്ങൾ ഈ ഇടവകയ്ക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും പെരുന്നാളുകൾ ലോകത്തിൻ്റെ കണ്ണുകൾക്ക് മനുഷ്യൻ്റെ ആസ്വാദനത്തിന് അനുരൂപമായ രീതിയിൽ വഴിവിട്ടുള്ള ആഘോഷങ്ങളും ആർഭാടങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതത്ര പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല. ഒരു ചെണ്ട കൊട്ടുന്നതോ ഒരു ബാൻഡ് അടിക്കുന്നതോ ഒന്നും ഒരാർഭാടമായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ പുതിയ കാലഘട്ടത്തിലെ പുതിയ തലമുറ ഇഷ്ടപ്പെടുന്നത് കാതടപ്പിക്കുന്ന ശബ്ദമാണ്. പുതിയ തലമുറ ഇഷ്ടപ്പെടുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഈ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളും കാതടപ്പിക്കുന്ന ശബ്ദങ്ങളും എത്രമാത്രം മനസ്സിൻ്റെ സ്വസ്ഥതയെ, മനസ്സിൽ നിലകൊള്ളേണ്ടുന്നതായ ദൈവാത്മാവിനെ എത്രമാത്രം പ്രോജ്വലിപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ളത് ഒരു ക്രൈസ്തവ കൂട്ടായ്മയിൽ ആരാധിക്കുന്ന വിശ്വാസി സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടുന്നതാണ്. ഇന്നിറങ്ങുന്ന റീൽസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഇത് റീൽസിൻ്റെ കാലമാണ്. ഈ റീൽസ് എല്ലാം യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വളരെ അകലെയാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു പള്ളിയിൽ ഈയിടെ ഒരു പെരുന്നാളിന് പോയി. ആ പള്ളിയിൽ പോയി പെരുന്നാളിൻ്റെ കുർബാനയെല്ലാം അർപ്പിച്ചു, ചടങ്ങുകളെല്ലാം നിർവഹിച്ചു. അവിടെ ആ പള്ളിയിലെ റീൽസായിട്ട് പുറത്തു വന്നതെല്ലാം ഞാനിവിടെ ചെന്നതോ കുർബാന ചൊല്ലിയതോ അവിടുത്തെ ആത്മീയതയൊന്നും അല്ല. ലൈറ്റ് ഷോയും അതിൻ്റെ അനുസരിച്ചുള്ള തുള്ളലും ചാട്ടവും അതിനനുസരിച്ചുള്ള ബാഹ്യമായ കണ്ണുകൾക്കുള്ള അലങ്കാരങ്ങളും ആഘോഷങ്ങളുമാണ് റീൽസായിട്ട് വന്നത്. ഞാൻ ഒരുപക്ഷെ എന്നോട് തന്നെ ചോദിച്ചു, വാസ്തവത്തിൽ എങ്ങോട്ടാണ് നമ്മുടെ സഭ പോകുന്നത്? ഞാൻ ചെന്നതുകൊണ്ട് എൻ്റെ പടം റീൽസിൽ വരണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതൊരു ആരാധനാലയമാണ്. അവിടെയുള്ള ആരാധനയ്ക്ക് കൂടി വരുന്ന ജനം, ആരാധനയിൽ ബലിയർപ്പിക്കുന്ന പുരോഹിതൻ, ആരാധനയിൽ പാട്ടുപാടി അതിനെ ധന്യമാക്കുന്ന ഗായക സംഘം, ആരാധനയിൽ ശുശ്രൂഷക സംഘം, ഇതെല്ലാം ഒരു ആരാധനയുടെ ചേരുവകളോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് അതിൻ്റെ പൂർണ്ണത കൈവരിക്കുവാൻ അതിന് യാതൊരു വിലയുമില്ല. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി, 1-2 ലക്ഷമൊന്നുമല്ല പല പള്ളികളുമൊക്കെ ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത്. സഭയ്ക്ക് വേണ്ടി ഒരു കുടുംബത്തിൽ നിന്ന് 300 രൂപ തരാൻ പറഞ്ഞാൽ അത് തരാൻ പൈസയില്ല. മെത്രാപ്പോലീത്തയ്ക്കും വൈദികർക്കുമൊക്കെ എന്തെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ കൈ പുറകോട്ട് വലിയുകയാണ്. എന്തൊരു മനസ്സാണിത്! അവിടെയാണ് മാറി ചിന്തിക്കുന്ന അനേകം ദൈവാലയങ്ങൾ നമുക്കുണ്ട്. പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം പറയാൻ ഉദ്ദേശിച്ച കാര്യമാണെങ്കിലും അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അച്ഛൻ എന്നോട് പറയുകയുണ്ടായി, ഈ ഇടവകയിലെ പ്രോപ്പറായിട്ടുള്ള ഭവനങ്ങളില്ലാത്ത ദൈവമക്കൾക്ക് കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് 3.5 വർഷം കൊണ്ട് 7 ഭവനങ്ങൾക്കൊരു സുരക്ഷിതമായി അവർക്ക് പണിത് തീർക്കാൻ പറ്റാത്തതും ഭവനമില്ലാത്തവരുമായവർക്ക് ദേവാലയം പണിത് കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളത്. 3.5 വർഷം കൊണ്ട് 7 ഭവനങ്ങളുടെ നിർമ്മാണത്തിൽ ഈ പ്രിയപ്പെട്ട കുടുംബങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിച്ച നിങ്ങളുടെ ആത്മീയതയാണ് ഈ പെരുന്നാളിനെയും ഈ ഇടവകയും ഏറ്റവും ശ്രേഷ്ഠമാക്കുന്നത്. ആർഭാടങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം നമ്മൾ ഇതുപോലുള്ള നന്മ പ്രവൃത്തികൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ മനസ്സ് വയ്ക്കണം. അങ്ങനെ മനസ്സ് വയ്ക്കണമെങ്കിൽ നിങ്ങളിൽ ഒരു ആത്മീയത ഉണ്ടാകണം.
അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ ആരാധന. ഈ ദൈവാലയത്തിന് പുറത്തേക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ, ജോലിസ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, കൃഷിയിടങ്ങളിലേക്ക് പോകുമ്പോൾ, ഏതവസ്ഥയിലും ഈ ആരാധന തുടരേണ്ടുന്ന ആരാധന തന്നെയാണ്. അങ്ങനെ തുടരാൻ സാധിക്കുന്നത് കൊണ്ടുള്ള പ്രവർത്തനത്തിൻ്റെ മികവാണ്, സേവനത്തിൻ്റെ മികവാണ്, ക്രിസ്തീയ കാഴ്ചപ്പാടിൻ്റെയും ദൗത്യത്തിൻ്റെയും പൂർണ്ണതയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദൈവാലയങ്ങളെല്ലാം മാതൃകയാക്കേണ്ടുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അങ്കമാലി ഭദ്രാസനത്തിലെ ഒരു മേഖലയിലെ സഭാദിന കളക്ഷന് പോവുകയുണ്ടായി. അപ്പോൾ അവിടെ ആൽഫബറ്റിക്കൽ അനുസരിച്ചാണ് ഓരോ പള്ളിക്കാരെയും വിളിക്കുന്നത്. അപ്പോൾ മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള മെക്കടുമ്പ് പള്ളിക്കാരുടെ പേര് ആദ്യം വിളിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം മനസ്സിലായില്ല. അവർ പറഞ്ഞു, ട്രസ്റ്റിമാർക്ക് കോടതിയിൽ പോയി ജാമ്യമെടുക്കണം. നിങ്ങൾ വായിച്ചു കാണും. ഒന്നല്ല, പല പ്രാവശ്യമായി ലൈസൻസ് ഇല്ലാതെ യാതൊരു അലക്ഷ്യമായി ഉഗ്രസ്ഫോടനശേഷിയുള്ള മരുന്നുകൾ പള്ളിയുടെ കോമ്പൗണ്ടിൽ സൂക്ഷിച്ച് അത് കതിനയായും മറ്റ് പല രൂപത്തിലുമൊക്കെ പൊട്ടിച്ച് പ്രകമ്പനം കൊള്ളിച്ച് കുഞ്ഞുങ്ങളെ കരയിപ്പിച്ച് ഗർഭാവസ്ഥയിലായിരിക്കുന്ന സ്ത്രീകളുടെ വയറ്റിലുള്ള ആ ഭ്രൂണത്തെ പോലും കലക്കുന്ന രീതിയിലുള്ള മാരക ശബ്ദമുള്ള കതിനാവെടികൾ. ഏത് കാനൂനിലാണ് പറഞ്ഞേക്കണേ ഇത്? എത്ര ഇടങ്ങളിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്? എത്ര കുടുംബങ്ങളാണ് അനാഥമായി പോയിരിക്കുന്നത്? ഒരിക്കൽ ഞാൻ 2 പേരുടെ മരണത്തിനിടയാക്കിയ ആരക്കുന്നം പള്ളിയിലെ ഒരു ഇതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗമാണ്, കതിനാവെടി. 2 പേര് മരിച്ചുപോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ചെറുപ്പകാലമാണ്, 94-95 കാലത്താണ്. പെട്ടെന്ന് നടപടിയെടുത്തു. കൊച്ചി ഭദ്രാസനത്തിൽ കരിമരുന്ന് പ്രയോഗം അങ്ങ് ബാൻ ചെയ്തു. പള്ളികൾക്ക് അസ്വസ്ഥരായി. 1-2 വർഷമൊക്കെ അവർ സഹിച്ചു. അപ്പോൾ ഒരു പള്ളിക്ക് കതിനാവെട്ടി പൊട്ടിച്ച വലിയ മാലപ്പടക്കവും ഗുണ്ടുമൊക്കെ പൊട്ടിച്ച് മതിയാകൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ നടത്തിക്കോ, പക്ഷെ എന്നെ കിട്ടത്തില്ല, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പ്രിഫർ ചെയ്തത് ഈ കരിമരുന്ന് പ്രയോഗവും ഈ കതിനാവെടിയുമാണ്. മെത്രാച്ചൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ നമ്മൾ മാറിപ്പോകാമോ? പല പാരമ്പര്യങ്ങളും കടന്നുകൂടുന്നത് ദേശീയ തലത്തിലുള്ള പല സംസ്കാരത്തിൽ നിന്നുമാണ്. ആ സംസ്കാരങ്ങൾ അപകടകരമാണ് എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഒഴിവാക്കണം. അപ്പോൾ ചിലർ പറയും ചൈന വെടികൾ കുഴപ്പമില്ലെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത്, ആലുവായിൽ ഇതുപോലെ ചൈന പടക്കം പൊട്ടിച്ചു. ചൈന പടക്കം പൊട്ടിച്ച് കാണാനായിട്ട് 2 വയസ്സുള്ള കൊച്ചിങ്ങനെ മുകളിലേക്ക് നോക്കി നിൽക്കുക. ഒരു പെങ്കൊച്ച്, ഒരു ആൺകുട്ടി. അവൻ്റെ കണ്ണിലേക്കാണ് അതിൻ്റെ ഒരു അല്പം കനലുള്ള ഒരു ചാരം വന്ന് വീണത്. ആ കുഞ്ഞിൻ്റെ കുഞ്ഞു വാവിട്ട് കരഞ്ഞു. എന്താണെന്ന് ആർക്കൊന്നും മനസ്സിലായില്ല. അവസാനം നോക്കിയപ്പോഴത്തേക്കും ഒരു സാധനം വന്ന് കുഞ്ഞിൻ്റെ കണ്ണിൽ വീണിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ചൈന പടക്കം വയ്ക്കുന്ന ദേഹത്തൊക്കെ പലതും വന്ന് വീഴാറുണ്ട്. അത് കണ്ണിൽ പോയാൽ എത്ര അപകടമാണെന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അവൻ്റെ ആഗ്രഹം ഒരു പൈലറ്റ് ആവാനാണ്. പക്ഷേ അവൻ്റെ ഒരു കണ്ണുപോയി. എന്തിന് നമ്മളിതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നു? ശബ്ദം, ഭീകരമായ ശബ്ദം, അതാണ് ഇന്നത്തെ ജനം ആഗ്രഹിക്കുന്നത്, യുവതലമുറ ആഗ്രഹിക്കുന്നത്. ചില പള്ളികളിലൊക്കെ ചെന്നാലുണ്ടല്ലോ, ആൾക്കാർ പുറത്തിറങ്ങി നിൽക്കും. എന്താ കാര്യം? ഇതെങ്ങനെ മാക്സിമത്തിലിട്ടിരിക്കുകയാണ്. മൈക്രോഫോൺ വായിൻ്റെ അകത്തേക്ക് വെച്ചിട്ടാണ് പ്രസംഗിക്കുന്നതും പാടുന്നതും ഒക്കെ. ചെവി പൊട്ടുന്ന ശബ്ദം വരുമ്പോൾ ജനം പള്ളിക്ക് പുറത്തു പോവുകയാണ്. മാറ്റം ഉണ്ടാവണം. അങ്ങനെ മാറി ചിന്തിക്കുന്ന, മാറ്റത്തിനനുസരിച്ച് സഞ്ചരിക്കാത്ത ഒരു ഇടവക എന്നുള്ള നിലയിൽ പ്രോത്സാഹനജനകമായാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ആമുഖമായി നിങ്ങളോട് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇന്ന് കൊഹനെ ഞായറാണ്.
ഇന്നത്തെ ദിവസം അച്ഛൻ പറഞ്ഞു മാതാവിൻ്റെ പെരുന്നാളൊക്കെയാണ്, അതേക്കുറിച്ച് പ്രസംഗിക്കണമെന്നൊക്കെ പറഞ്ഞു. മാതാവിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. പക്ഷേ കൊഹനെ ഞായർ വർഷത്തിൽ ഒരിക്കലേ വരികയുള്ളൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 42 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാന വിഷയം. പ്രിയമുള്ളവരെ, ജാഗ്രതയുടെ വിളിയും ശുശ്രൂഷയുടെ ഉത്തരവാദിത്വവുമാണ് ഈ വേദഭാഗം, സുവിശേഷ ഭാഗം നമ്മോട് പറയുന്നത്. നമുക്കെല്ലാവർക്കും പുരോഹിതന്മാരുമായി, മേൽപ്പട്ടക്കാരുമായി, ശമാശന്മാരുമായി ഒക്കെ ബന്ധങ്ങളുള്ളവരാണ്. ഒരിടവക, അതിന് നിലനിൽപ്പ് തന്നെ പുരോഹിതന്മാരിലൂടെ ആരംഭിക്കുന്നതാണ്, മേൽപ്പട്ടക്കാരിലൂടെ ആരംഭിക്കുന്നതാണ്. അവരൊക്കെ കല്ലിട്ട്, പ്രധാനാചാര്യന്മാർ വന്ന് കല്ലിട്ട് ആരംഭിക്കുന്നതാണ് ദേവാലയങ്ങളുടെ ഓരോ നിർമ്മിതിയുടെയും ആരംഭമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ ഞായറാഴ്ച എന്നതിലുപരി സഭയുടെ ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു ദിനം കൂടിയാണ്. സകല പട്ടക്കാരുടെയും സകല പരേതരുടെയും, നമ്മുടെ ദേവാലയത്തിൽ തന്നെ എത്രയോ പുരോഹിതന്മാർ ഇവിടെ കബറടക്കപ്പെട്ടിരിക്കുന്നു. അവരെയൊക്കെ ഓർക്കേണ്ടതല്ലേ? കണ്ണീരോടും നന്ദിയോടും കൂടി അനുസ്മരിക്കപ്പെടുന്ന ഒരു വിശുദ്ധ ദിനത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മെ വിളിക്കുന്നത്. എത്രമാത്രം കണ്ണീരൊഴുക്കി സൃഷ്ടിയുടെ വിമോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും വേണ്ടി കർത്താവിനും ജനത്തിനും മധ്യസ്ഥനായി നിന്ന് ഈ ശുദ്ധമുള്ള ത്രോണോസിൽ ഈ തിരുമേനിമാരും ഈ പുരോഹിതന്മാരുമൊക്കെ എത്രയോ ബലിയർപ്പിച്ചിരിക്കുന്നു. എത്രയോ ശുശ്രൂഷകൾ നടത്തി നമ്മെ ഈ ക്രിസ്തീയ ദൗത്യ യാത്രയിൽ നമ്മെ സമ്പന്നരാക്കിക്കൊണ്ട് അവർ നമുക്ക് മുന്നമേ നടന്നു എന്നുള്ളത് നാം ഒരിക്കലും വിസ്മരിച്ചുകൂടാ. സുറിയാനി സഭയിൽ വാങ്ങിപ്പോയ സകല പരേതരെയും ഓർക്കുന്ന ഒരു എത്രയും ശ്രേഷ്ഠമായ ഒരു ദിനമാണ് ഇന്നത്തെ ഞായറാഴ്ച. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ വേദഭാഗം മരിച്ചുപോയ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ഉദ്ദേശിച്ചായിട്ടുള്ളതാണെന്ന്. ഒന്ന് മാറി ചിന്തിച്ച് നോക്കിക്കേ, ഇത് മരിച്ചവരെ മാത്രം ഓർക്കുന്ന ദിനമല്ല. അങ്ങനെ നാം ഓർത്തതിനെ ചെറുതായി കാണേണ്ടുന്ന ദിനവുമല്ല. ഇതെന്നെയും ബാധിക്കുന്ന ദിനമാണ്. ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോ പുരോഹിതന്മാരെയും ബാധിക്കുന്ന ദിനമാണ്. ജീവിച്ചിരിക്കുന്നവരെ അവരുടെ ജീവിത വഴികളിൽ എത്രമാത്രം ദൈവത്തിൻ്റെ കൽപ്പനകൾ, പ്രമാണങ്ങൾ അനുസരിച്ച് ഒരു പുരോഹിതൻ ജീവിക്കുന്നുണ്ട് എന്നുള്ള ഉണർത്തുപാട്ടിൻ്റെ ദിനം കൂടിയായി സകല പുരോഹിതന്മാരുടെയും ഓർമ്മ ആഘോഷിക്കുന്ന ദിനത്തെ എനിക്കും എൻ്റെ സഹോദര മെത്രാന്മാർക്കും എൻ്റെ അനുഗ്രഹീതരായ പുരോഹിത ശ്രേഷ്ഠന്മാർക്കും ശമാശന്മാർക്കും അങ്ങനെ കാണാൻ സാധിക്കുവാൻ വേണ്ടിയുള്ള ദിനം കൂടിയാണ്. സകല പട്ടക്കാരുടെയും ഓർമ്മയെ നമ്മൾ കാണേണ്ടുന്നത്, പുരോഹിതന്മാർ കാണേണ്ടുന്നത്. ഇത് അനുസ്മരണത്തിൻ്റെ ദിനം മാത്രമല്ല, ഇത് ആത്മപരിശോധനയുടെ ദിനം കൂടിയാണ് എന്ന് എന്നെയും ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമാണ് എന്ന് ഞാൻ തന്നെ നിങ്ങളോട് തുറന്ന് പറയട്ടെ. കർത്താവ് സഭയോടും ശുശ്രൂഷകരോടും ഓരോ വിശ്വാസിയോടും ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ആർ യു പ്രിപ്പയർഡ്? ജാഗ്രതയോടുകൂടിയാണോ നമ്മൾ ഈ യാത്രയിൽ വിശ്വാസിയായും പുരോഹിതനായും മേൽപ്പട്ടക്കാരനായും യാത്ര ചെയ്യുന്നത് എന്നുള്ളതായ ചോദ്യം. ജാഗ്രതയോടെ ഇരിപ്പീൻ. നമ്മുടെ കാലങ്ങളിലൂടെ, കാതുകളിലൂടെ മുഴങ്ങേണ്ടുന്ന ഒരു ശബ്ദമാണ്. കർത്താവ് പറയുന്നു, അതിനാൽ ജാഗ്രതയോടെ ഇരിപ്പീൻ. നിങ്ങളുടെ കർത്താവ് ഏത് നാഴികയിൽ വരുമെന്ന് അറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയുള്ളവരായിരിപ്പീൻ. ഈ സുവിശേഷ ഭാഗം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ വരവിനെ കരുതിയൊക്കെയുള്ള ഒരു മുന്നറിയിപ്പായിരിക്കും. അതിപ്പോൾ പെട്ടെന്നൊന്നും സംഭവിക്കാൻ പോണ കാര്യമൊന്നും അല്ലല്ലോ എന്നൊക്കെ കരുതി രണ്ടാമത്തെ ലോകാന്ത്യത്തിൻ്റെ ഒരു മുന്നറിയിപ്പുമായി പറയുന്ന ഒരു വാക്യമായിട്ടാണ് പലപ്പോഴും നമ്മളൊക്കെ ഇതിനെ കാണുന്നത്. എന്നാൽ സത്യത്തിൽ ഇത് ദൈനംദിന ജീവിതത്തിലുള്ള ഒരു മുന്നറിയിപ്പായി നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ എന്ന് കരുതി, അല്ലെങ്കിൽ പിന്നീട് ഒരവസരത്തിൽ എന്ന് കരുതി മാറ്റിവെക്കുവാനുള്ളതല്ല ഈ ലോകാന്ത്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന കർത്താവിൻ്റെ നാഴിക വരുമെന്നുള്ളതായ മുന്നറിയിപ്പ്. പ്രിയമുള്ള വാത്സല്യ ദൈവമക്കൾ, അതുകൊണ്ട്
ശുശ്രൂഷയിൽ ജാഗ്രതയുള്ളവരായിരിക്കുക, വിശ്വാസത്തിൽ ജാഗ്രതയുള്ളവരായിരിക്കുക, കുടുംബജീവിതത്തിൽ ജാഗ്രതയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക, സഭാജീവിതത്തിൽ ജാഗ്രതയോടുകൂടി വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെയുള്ള ആത്മീയതയിൽ നിന്നും സ്വാംശീകരിച്ചെടുക്കുന്നതായ ജീവിതാനുഭവം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമുക്ക് പ്രചരിപ്പിക്കുവാൻ, പ്രസിദ്ധപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. ജാഗ്രത എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു ജാഗ്രതയായിട്ടല്ല ഇവിടെ കണക്കാക്കുന്നത്. അത് ഉത്തരവാദിത്വം നിറഞ്ഞ ആത്മാവിൻ്റെ ഉടമകളായി മാറ്റപ്പെടണമെന്നുള്ളതായ നിർദ്ദേശമാണ് ഈ ജാഗ്രത കൊണ്ട് ഇവിടെ ക്രിസ്തു വിഭാവനം ചെയ്യുന്നത്. ഭംഗിപ്പോയ പുരോഹിതന്മാർ അവരുടെ ജീവിതം കൊണ്ട് നമ്മെ ഈ ജാഗ്രതയുള്ളവരായിരിക്കാൻ പഠിപ്പിച്ചവരാണ്. പകൽ രാത്രികൾ വേർതിരിവില്ലാതെ ജനങ്ങൾക്കായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച പുരോഹിത ശ്രേഷ്ഠന്മാർ, വന്യരായ ഇടയശ്രേഷ്ഠന്മാർ, രോഗികളുടെ കിടക്കക്കരികിൽ, ദുഃഖിതന്മാരുടെ വീടുകളിൽ, എല്ലാം നഷ്ടപ്പെട്ട ആശയറ്റവരായ ബലഹീനരും നിർധനരുമായ ദൈവമക്കൾക്കരികിൽ, വിശുദ്ധ സഭയുടെ പ്രതിസന്ധികളിൽ, ദൈവാലയങ്ങൾ സംരക്ഷിക്കുന്നതിൽ, എല്ലാം നഷ്ടപ്പെടുമ്പോഴും കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ദേവാലയങ്ങൾ സംരക്ഷിക്കുന്നതിൽ പ്രാർത്ഥനയോടെ ചേർന്ന് നിൽക്കുമ്പോൾ അവിടെയെല്ലാം ജാഗ്രതയോടെ നിലകൊണ്ട പുരോഹിത ശ്രേഷ്ഠന്മാർ, അവരോട് ചേർന്ന് നിന്നതായ ദൈവത്തിൻ്റെ ജനം. അതുകൊണ്ട് ജീവിതം കൊണ്ട് എത്രമാത്രം ജാഗ്രതയോടുകൂടി ജീവിതത്തെ മുൻപോട്ട് നയിക്കണമെന്ന് പുരോഹിതന്മാർ തങ്ങളുടെ ജീവിതം കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ശുശ്രൂഷയുടെ, കർത്തൃശുശ്രൂഷയുടെ ഓർമ്മയും കർത്തൃശുശ്രൂഷയുടെ അതേ തട്ടിൽ തന്നെയുള്ളതായ ഭാരവും നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് പുരോഹിതന്മാർ. അവർ സഭയുടെ ഉടമകളല്ല, അവർ സഭയുടെ ഉടമകളായിട്ടല്ല നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവർ കർത്താവിൻ്റെ കാര്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ പാപങ്ങളുടെ പരിഹാരത്തിനും കടങ്ങളുടെ മോചനത്തിനും വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പുരോഹിതൻ്റെ ആരാധനയും വിശുദ്ധ കുർബാനയും അത് സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതും സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതും സമാനമായിട്ടുള്ള അനുഭവമായിട്ടാണ് നാം വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്നത്. പ്രിയമുള്ളവരെ, സുവിശേഷത്തിൽ പറയുന്ന വിശ്വസ്ത ദാസനുണ്ട്. ആരാണ്? കർത്താവ് ഏൽപ്പിച്ചവർക്ക് സമയത്ത് ആഹാരം നൽകുന്നവനാണ് വിശ്വസ്തദാസൻ. ഇവിടെ അവിശ്വസ്തരായ ദാസന്മാരെ കുറിച്ചും ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷത്തിൽ എന്താണ് ഈ ആഹാരം? എൻ്റെ മക്കളെ ചിരിക്കണം, ഞാനിവിടെ പ്രസംഗിക്കുകയല്ലേ, മുന്നിൽ വന്നിരുന്ന് പ്രസംഗിക്കുമ്പോൾ ചിരിക്കാൻ കൊള്ളാമോ? പിള്ളേരൊക്കെ ശ്രദ്ധിക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ശ്രദ്ധ വേണം. മുന്നിലിരുന്ന് ചിരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പ്രസംഗിക്കുന്ന ആൾ എന്ത് വിചാരിക്കും? ഞാൻ കോമഡി പറയാമെന്ന് വിചാരിക്കും. ഞാൻ കോമഡി ഒന്നും പറഞ്ഞില്ല കേട്ടോ. മക്കൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. ദൈവവചനമാണ് ഈ ആഹാരം, ശുദ്ധമായ ഉപദേശമാണ് ഈ ആഹാരം, സ്നേഹപൂർവമായ ഇടപെടലാണ് ഈ ആഹാരം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, സത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത നിലപാടുകൾ എടുക്കുന്നതാണ് ഈ ആഹാരം. സത്യത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ ദൈവത്തിൻ്റെ ജനത്തെ പ്രേരിപ്പിക്കുന്ന ആഹാരം സമൃദ്ധമായി പങ്കുവയ്ക്കുന്നതാണ് പുരോഹിതൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇവയെല്ലാം കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു നമ്മുടെ പൂർവ്വിക പുരോഹിതന്മാർ. അവർ പൂർണ്ണരായിരുന്നില്ല, പക്ഷേ അവർ വിശ്വസ്തരായിരുന്നു. അതുകൊണ്ടാണ് ഈ സുവിശേഷ ഭാഗത്ത് വിശ്വസ്തതയ്ക്കും ജാഗ്രതയ്ക്കും വളരെ അധികം പ്രാധാന്യം നൽകുന്നുണ്ട് പ്രിയപ്പെട്ട വാത്സല്യ ദൈവമക്കളെ. എന്നാൽ ഇന്നത്തെ കാലത്തേക്കുള്ളൊരു സന്ദേശവും ഇവിടെ പറയുന്നുണ്ട്. ദുഷ്ടദാസനെ കുറിച്ചുള്ളൊരു മുന്നറിയിപ്പ്. കർത്താവ് എന്താണ് പറയുന്നത്? എൻ്റെ കർത്താവ് താമസിക്കുന്നുവെന്ന് കരുതി അവൻ അശ്രദ്ധനാവുകയും അധികാരം ദുർവിനിയോഗം ചെയ്യുകയും ചെയ്യുന്നു. അതും നമുക്ക് പലരുമൊക്കെ ആയിട്ട് കോറിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൂടുതലും പുരോഹിതന്മാരെ ഉദ്ദേശിച്ച് പറയുന്നതാണ് എന്ന് കരുതി പുരോഹിതന്മാരെ മാത്രം ഉദ്ദേശിച്ച് കർത്താവ് പറയുന്നതല്ല. എന്നാൽ കൂടുതൽ ഉത്തരവാദിത്വം പുരോഹിതന്മാർക്കാണ്, അവർ ശുശ്രൂഷയിലാണ് എന്നുള്ളതായ ഒരു ചൂണ്ടുവിരൽ അവിടെ നമുക്ക് നേരെ ചൂണ്ടുന്നുണ്ട്. ഇന്നത്തെ സഭയോടുള്ളതായ ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയായി ഞാൻ ഇതിനെ കാണുന്നു. ഒന്നാമതായി, സ്ഥാനമാനങ്ങൾ
ശുശ്രൂഷ മനോഭാവത്തെ മറികടക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണം. രണ്ടാമതായി, അധികാരസ്ഥാനങ്ങൾ നമ്മുടെ വിനയ സ്വഭാവത്തെ മറികടക്കുന്നുണ്ടോ എന്നുള്ളതായ അന്വേഷണം. മൂന്നാമതായി, നമ്മുടെ സൗകര്യം, നമ്മുടെ സുഖങ്ങൾ, സാഹചര്യങ്ങൾ അതെല്ലാം ത്യാഗമനോഭാവത്തെ മറികടക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷണം. ഇത് മൂന്നും ഒരു പുരോഹിതനെ സംബന്ധിച്ചും ഒരു മേൽപ്പട്ടക്കാരനെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ഏതൊരു ദൈവ പൈതലിനെ സംബന്ധിച്ചും ശ്രദ്ധേയമാണ്. അവിടെയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സഭയുടെ ആത്മാവ് ക്ഷയിച്ചു പോകും. അതുകൊണ്ട് ശുശ്രൂഷ മനോഭാവത്തിൻ്റെ ശ്രേഷ്ഠത കൈവിടാതെ അത് നിലനിർത്തുവാനും അനേകരെ ശുശ്രൂഷ വഴികളിലേക്ക് തിരിപ്പിക്കുവാനുമുള്ള നിയോഗമാണ് പുരോഹിതന്മാരിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. പ്രിയമുള്ളവർ, അങ്ങനെയുള്ള ശുശ്രൂഷ നിർവഹിച്ച അനേകം കഹനേമാർ, അനേകം പരിശുദ്ധരായ പിതാക്കന്മാർ, അനേകം മേൽപ്പട്ടക്കാർ നമ്മിൽ നിന്നും വാങ്ങിപ്പോയിട്ടുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 122 വർഷത്തെ വിശ്വാസ സാക്ഷ്യം ഈ നീറാമുകൾ സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് പള്ളി നിലനിർത്തുന്നു. 122 വർഷങ്ങൾ, ഒരു സഹസ്രാബ്ദം, ഒരു സെൻറ്റിനറി പിന്നിട്ട 22 വർഷങ്ങൾ എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ്. ഇത്രമാത്രം ചരിത്രം നിങ്ങളിലൂടെ ഈ ദൈവാലയത്തിന്, നമ്മുടെ പൂർവികരിലൂടെ ദൈവാലയത്തിനെ പ്രസിദ്ധപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ദൈവാലയം എന്ന് പറയുന്നത് കല്ലും ചുണ്ണാമ്പും മണ്ണും സിമൻറ്റും ഒക്കെ ഉപയോഗിച്ച് പണിത ഒരു ശില്പമല്ല, അല്ലെങ്കിൽ ഒരു മന്ദിരം എന്നതിലുപരിയായിട്ട് ദേവാലയത്തിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ഹേ മനുഷ്യ, നീ കല്ലും മണ്ണും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സുന്ദരമായ ശില്പങ്ങളിലല്ല, ഭവനങ്ങളിലല്ല, മന്ദിരങ്ങളിലല്ല ഞാൻ വസിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിൻ്റെ ഹൃദയമാകുന്ന ദൈവാലയത്തിലാണ് എന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നിർമ്മിക്കുന്ന ദൈവാലയത്തിൻ്റെ ആകാര ഭംഗി, അതിൻ്റെ ശ്രേഷ്ഠത, നമ്മുടെ ഹൃദയം വിശുദ്ധമാക്കിക്കൊണ്ട് ദൈവത്തിന് വസിക്കാവുന്ന ഇടയങ്ങളാക്കി നമുക്കതിനെ മാറ്റിയെടുക്കുവാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ളതായ ദേവാലയത്തിൻ്റെ ആന്തരികമായ അനുഭവ തലങ്ങളിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കുന്നത്. പ്രാർത്ഥനയുടെ 122 വർഷങ്ങൾ, ത്യാഗത്തിൻ്റെ 122 വർഷങ്ങൾ, വിശ്വാസത്തിൻ്റെ 122 വർഷങ്ങൾ. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. വ്യത്യസ്തമായ ചിന്താഗതികൾ ഉണ്ടായേക്കാം. സഭാചരിത്രത്തിൻ്റെ ഗതിവിഗതികളിൽ, ഭിന്നതകളിൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഉയർന്നു വന്നേക്കാം. എന്നാൽ അവിടെയെല്ലാം ഇടവകയുടെ സമാധാനം, ഇടവകയിലെ ഐക്യം, ഇടവക ദൈവമക്കൾ കൂടി വരുന്ന ആരാധിക്കുന്ന ഇടം അവിടെ കലാപത്തിൻ്റെ ഭൂമിയാകരുത്, അവിടെ ഒരു വ്യത്യസ്ത ശബ്ദമുണ്ടാകാൻ പാടില്ല എന്നുള്ളതായ നല്ല മനോഭാവമുള്ള ദൈവത്തിൻ്റെ ജനം പാർക്കുന്ന ഒരു ദേശം, ഒരു ഇടവകയാണ് ഈ പുണ്യപ്പെട്ട ദൈവാലയം. പ്രിയമുള്ളവരെ, വിശ്വാസികളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ചേർന്ന ഒരു ആത്മീയ സ്മാരകമാണ് ഓരോ ഇടവകകളും. ഇവിടെ ശുശ്രൂഷ ചെയ്ത അനേകം പുരോഹിതന്മാർ ഇന്ന് നമ്മോടൊപ്പമില്ല. പക്ഷേ അവർ നട്ട വിത്തുകൾ ഇന്നും സമൃദ്ധമായി ഫലം കായ്ക്കുന്നു. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ പുണ്യപ്പെട്ട പെരുന്നാളിൽ നിങ്ങളോടൊപ്പം ഈ ഇടവകയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും, എല്ലാ നന്മകളും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രത്യേകമായി ഞാൻ എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. ഏറ്റവും നല്ല കാര്യമാണ്. ഈ ആത്മീയതയുടെ ആ ഒരു അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോകാതെ, അല്പസ്വല്പമൊക്കെ ആഘോഷങ്ങളൊക്കെ ആകാം, ആഘോഷങ്ങൾ പാടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപകടം വരുത്തുന്ന ഒരു ആഘോഷങ്ങൾക്കും ഒന്നും നമ്മൾ പോകരുത്. ഇത് ഞാൻ നീ പോകുന്ന പള്ളികളിലെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പറയുന്നത് ചിലർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം പറയുക എന്നുള്ളതല്ല എൻ്റെ നിയോഗമെന്ന് പറയുന്നത്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ എന്നോട് ഇഷ്ടക്കുറവ് തോന്നിയേക്കാം, അത് സാരമില്ല. ശരിയായ കാര്യങ്ങൾ പറയുക എന്നുള്ളത് സഭയുടെ ശുശ്രൂഷയിരിക്കുന്ന ഒരു ഉത്തരവാദപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വമാണ്, എൻ്റെ ചുമതലയാണ്. അത് ഞാൻ നിർവഹിക്കുന്നില്ല എങ്കിൽ കർത്താവ് എന്നോട് ക്ഷമിക്കില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അനാവശ്യമായി ധൂർത്തായി ഒരിക്കലും സഭയുടെ അല്ലെങ്കിൽ ഇടവകയുടെ വിഭവങ്ങൾ കൈകാര്യം ചെയ്യരുത്. അവിടെയാണ്
നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. ഈ ഇടവക എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു? ധൂർത്തായി അനാവശ്യമായി പലതും നിങ്ങൾ അതിനു വേണ്ടി ചിലവാക്കാതെ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴുകി ഇടവകയിലെ ദൈവത്തിൻ്റെ ജനം അകമഴിഞ്ഞ് ഹൃദയം തുറന്ന് തങ്ങളുടെ ഹൃദയവിശാലതയിൽ നിന്നും നമ്മൾ എന്താഗ്രഹിക്കുന്നു അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് തരും. ചോദിച്ചു പുറകെ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. അച്ഛൻ പറഞ്ഞു, തോമസ് അച്ഛൻ പറഞ്ഞു 40 ലക്ഷം രൂപയോളമൊക്കെ പെരുന്നാളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കളക്ഷനുമൊക്കെ വരും, എല്ലാവരും നന്നായിട്ട് സഹകരിക്കുക. എന്തുകൊണ്ടാണ്? ഈ കോലാഹലവും ഘോഷയും കാണിക്കാനല്ലല്ലോ, നിങ്ങൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി, ഒത്തിരി സന്തോഷമായി. ഈ ഐക്യം, ഈ സ്നേഹം വ്യത്യസ്തമായി ചിന്തിക്കുന്നവർ കുറച്ച് പേർക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. അവരോടുമൊക്കെ സ്നേഹവും ആദരവും മാത്രമേ ഉള്ളൂ. ഈ ഇടവക ഇതിനോട് ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആരംഭകാലത്തൊക്കെ ഇതിന് അടിത്തറയിട്ടിട്ടുള്ള അവരെ എല്ലാവരെയും സ്നേഹത്തോടും ആദരവോടെയുമാണ് ചേർത്ത് നിർത്തുന്നത്. അത് തുടരട്ടെ, നല്ല മാതൃകയാണ്. അങ്ങനെ തുടരാൻ, അങ്ങനെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ. ഈ ഭദ്രാസനത്തിന് ഒത്തിരി ക്ഷതമുണ്ടായപ്പോൾ ഈ ഇടവകയെ ദൈവം സംരക്ഷിച്ചു. അതിന് ഇവിടെയുള്ള ദൈവമക്കൾ എല്ലാവരും തന്നെ അതിൽ എല്ലാ അർത്ഥത്തിലും അഭിനന്ദനം അർഹിക്കുന്നവരാണ്. ശാന്തതയുണ്ടിപ്പം. ഈ ശാന്തത നിലനിൽക്കണം. വലിയ ഒരു പ്രതിസന്ധിയിൽ നിന്നുമാണ്, അല്ലെങ്കിൽ പ്രതിസന്ധിയിലാണ് ഇന്നും നമ്മൾ നിലകൊള്ളുന്നത്. നമുക്കതേക്കുറിച്ച് ഭാരമൊന്നുമില്ല, കാരണം ദൈവം കൂടെയുണ്ട് എന്നുള്ള ഉത്തമമായ ബോധ്യം. അതുകൊണ്ട് ദൈവത്തോടൊപ്പം നമുക്കും സഞ്ചരിക്കാൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. രാവിലെ എനിക്ക് നൽകിയ സ്വീകരണത്തിന് നന്ദി അറിയിക്കുന്നു. സ്നേഹത്തോടെ നൽകുന്ന എല്ലാം കർത്താവിൻ്റെ സഭയ്ക്ക് നിങ്ങൾ നൽകുന്നതാണ് എന്ന് കരുതി, പുണ്യപ്പെട്ട സഭയോടുള്ളതായ ആദരവും സ്നേഹവുമാണ് എന്ന് കരുതി അതിനെയെല്ലാം ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. വിഷമിക്കണ്ട കേട്ടോ, തിരുമേനി തമാശ പറഞ്ഞതാ. അല്പം കുഞ്ഞുങ്ങളൊക്കെ ചിരിച്ചെങ്കിൽ ഇരിക്കും. ഞാൻ അന്നേരത്തെ ഒരു സ്പിരിറ്റിൻ്റെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞിന് വിഷമമൊന്നും ഉണ്ടാവരുത്, അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ആരാധനയിലും പ്രബോധനങ്ങളിലുമൊക്കെ പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അതിനെ തമാശായിട്ട് കാണരുത് എന്ന് ഒരിക്കൽ കൂടി സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വം എടുക്കട്ടെ. സൃഷ്ടഭാവ എത്ര ദിശാബോധത്തോടെയാണ് ഇന്ന് സഭയെ നയിക്കുന്നത്. ഇന്ന് ബാവ പറഞ്ഞ പോലെ ആരാധനാലയത്തിൻ്റെ പൂമുഖമൊക്കെയും പലപ്പോഴും ഏതവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തൊരു പള്ളിയുടെ പൂമുഖത്ത് നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. രംഗണ്ണൻ വരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. ക്ഷമിക്കണം, നമ്മുടെ യൂത്ത് അസോസിയേഷനിലെ മക്കൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയും ഏറ്റവും മനോഹരമായിട്ട് കൂടെ നിൽക്കുകയാണ്. ചെറിയ ആഗ്രഹങ്ങളൊക്കെയും അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാക്കുവാനുള്ള ഒരു വലിയ മനസ്ഥിതി കാണിക്കുന്നു. പലപ്പോഴും യൂത്ത് അസോസിയേഷനിലെ മക്കൾ ഇവിടെ വിദേശത്തുള്ളവർ അവധി പെരുന്നാളിന് വേണ്ടി മാറ്റിവെച്ചു വരികയാണ്. അതുപോലെ തന്നെ ഈ വെടിക്കെട്ടിൻ്റെ കാര്യം, കുർബാന പടിഞ്ഞാറോട്ട് എഴുന്നള്ളിക്കുമ്പോൾ 2 വെടി പൊട്ടിച്ചില്ലെങ്കിൽ ഇപ്പോഴും പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാവ ദിശാഭാവത്തോടെ ഈ സഭയെ നയിക്കുന്നു. പാവയുടെ തൃപ്പാദത്തിൽ ഈ ഇടവയ്ക്ക് എത്രമാത്രം നന്ദിയും വിധേയത്വവും പറഞ്ഞാലും മതിവരികയില്ല. കഴിഞ്ഞ 2025 മാർച്ച് മാസം 25-ാം തീയതി ശ്രേഷ്ഠ ബാവ കതോലിക്ക ആകുന്നു എന്നുള്ള കാര്യം